ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, എല്ലാവരും വന്നതിന് സന്തോഷം. പലരും സിനിമ കണ്ടിട്ട് പേഴ്സണലി ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അതിനേക്കാളും സന്തോഷം. ഞാനിങ്ങനെ സാധാരണ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഞാൻ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാനങ്ങനെ മെയിൻ ലീഡിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ ഇല്ലാതെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും കാലങ്ങളായിട്ട് അറിയാവുന്നവരാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയില് ആ സൗഹൃദത്തിന്റെ പേരിൽ മാത്രം ഇപ്പൊ ഗുരു സോമസുന്ദരം അദ്ദേഹത്തിന് ഇതിനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല. പക്ഷെ അത് ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്ന് ചെയ്തത്. നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു എന്തെങ്കിലും ഒരു ടോക്കണായിട്ട് എന്തെങ്കിലും ഒരു ശമ്പളമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് സമ്മതിച്ചുമില്ല. അപ്പൊ അതുപോലെ കുറെ പേരുടെ സൗഹൃദത്തിന്റെ നന്ദിയും കൂടെ ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. അപ്പോ ഗുരുസാരൊക്കെ എന്താ വെച്ചാൽ ഇപ്പൊ ശിവനാണെങ്കിലും മിന്നൽ മുരളിയില് ഉണ്ടായിരുന്നതാണ്. ബേസിലും ഞാനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം വന്നത്. അതുപോലെ ബാബു രാമേന്ദ്രൻ, ഇതൊക്കെ ഒരു നമ്മള് സൗഹൃദത്തിന്റെ പുറത്ത് വിളിച്ച് ഇങ്ങനൊരു നമ്മുടെ സിനിമയ്ക്ക് ഇങ്ങനൊരു തുടക്കവും അവസാനവും വേണമെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടെ അതൊന്ന് നമുക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ കുറെ പേരുണ്ട്, നന്ദി പറയാനാണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഈ സിനിമ ഞങ്ങളങ്ങനെ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയായിട്ടൊന്നും അല്ല ഇതിനെ തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും. സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ചിരിക്കാവുന്ന കുറെ തമാശകളും, അതായത് ഇതിന്റെ ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞാല് ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ഇല്ലോജിക്കലാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തത് തന്നെ. കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ്, അത് കാരണം കൊണ്ട് അതിന്റെ ലോജിക്ക് നോക്കുന്നവരാണ് മണ്ടന്മാരാകുക. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത്. അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ തമാശകളും. അപ്പൊ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് ഞാനും ഒരു ഷോ കണ്ടു, അത് കഴിഞ്ഞ് പല ഷോസിനും ഇവര് തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷൻ ഒക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ പ്രണമാസ് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ എന്നെ പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ മേടിക്കുന്നതായിരിക്കും.